ഹായ് മക്കളെ, വീഡിയോനാണ്. ഇന്ന് നമ്മൾ വീഡിയോയിൽ എത്തിയിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട ജേണൽ എൻട്രി എങ്ങനെയാണ് എഴുതാം, അതും ഏറ്റവും സിമ്പിൾ ആയ മെത്തേഡ് യൂസ് ചെയ്ത് നമ്മൾ എങ്ങനെയാണ് ജേണൽ എൻട്രി എഴുതാം എന്ന കാര്യം നമ്മൾ ഇന്ന് എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാവരും ഇവിടെയല്ലേ? അങ്ങനെയെങ്കിൽ വാ നമുക്ക് പോർഷൻസിലേക്ക് പോകാം. അതായത് ആദ്യം എന്താണ് ജേണൽ എന്നുള്ളത്? ജേണൽ എന്നാൽ ബുക്ക് ഓഫ് പ്രൈം എൻട്രി ആണ്. അതായത് ഏതൊരു ട്രാൻസാക്ഷനെയും നമ്മൾ ആദ്യം റെക്കോർഡ് ചെയ്യുക ജേണലിലേക്കായിരിക്കും. അതുകൊണ്ട് ജേണലിനെ വിളിക്കുന്ന പേരാണെന്ന് മക്കളെ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി അഥവാ പ്രൈം എൻട്രി എന്ന് പറയും. അതുകൊണ്ട് തന്നെ ജേണലിലേക്ക് ഒരു ട്രാൻസാക്ഷൻ നമ്മൾ റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ മക്കളെ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ജേർണലൈസേഷൻ. എങ്ങനെ? ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ് ഇൻ ടു ജേണൽ ഈസ് നോൺ ആസ് ജേർണലൈസേഷൻ. ഓക്കെ, ഈ കാണുന്നതാണ് ജേണലിന്റെ ഒരു ഫോർമാറ്റ്. അതായത് ജേണൽ എഴുതുന്ന ഒരു രൂപം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ മുകളിൽ ഒരു ഐറ്റം ഉണ്ടാവും, താഴെ ഒരു ഐറ്റം ഉണ്ടാവും. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? മുകളിൽ ഒരു ഐറ്റം ഉണ്ടാവും, താഴത്തെ ഒരു ലൈൻ. ഇങ്ങനെ രണ്ട് ലൈൻ ആയിട്ട് ജേണൽ ഉണ്ടാവുക. ഇതിൽ മുകൾ ഭാഗത്ത് നമ്മൾ വിളിക്കുന്ന പേരാണ് ഡെബിറ്റ് സൈഡ്. ഓക്കെ, താഴെ ഭാഗത്ത് നമ്മൾ വിളിക്കുന്ന പേരാണിത് ക്രെഡിറ്റ് സൈഡ്. ആക്ച്വലി ഒരു ജേണലിന്റെ ഫുൾ ആയ വേർഷൻ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ബൈ ഡാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡാഷ് അക്കൗണ്ട് സി ആർ, ഇങ്ങനെയാണ് ജേണലിന്റെ ഫുള്ള്. ഇതിൽ ഈ സി ആറിനെയും ഈ ബൈയെയും നമ്മൾ എന്ത് ചെയ്യാറില്ല, നമ്മൾ യൂസ് ചെയ്യാറില്ല. നമ്മൾ എന്ത് ചെയ്യാറില്ല, എപ്പോഴും നമ്മൾ റെക്കോർഡ് ചെയ്യാറില്ല എന്ന് മാത്രം. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സോ ദ എൻട്രി വിൽ ബി ഡാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡാഷ് അക്കൗണ്ട്. അതിൽ മുകൾ ഭാഗത്തെ ഡെബിറ്റ് സൈഡ് എന്നും താഴെ ഭാഗത്തെ ക്രെഡിറ്റ് സൈഡ് എന്നും നമ്മൾ വിളിക്കുന്നു. ഓക്കെ, സെറ്റ്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്. എന്താ ജേണൽ എൻട്രി വരാം? നമുക്ക് എല്ലാവർക്കും അറിയാം. സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട് ആണ് ജേണൽ എൻട്രി അല്ലേ? സോ മുകളിൽ ക്യാഷ് വന്നു, അതായത് ഡെബിറ്റ് സൈഡ് ക്യാഷ് വന്നു, താഴെ ക്രെഡിറ്റിൽ ആര് വന്നു മക്കളെ? ക്യാപിറ്റൽ വന്നു. ഓക്കെ, അപ്പൊ ഇത് എങ്ങനെ റെക്കോർഡ് ചെയ്യാം? നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതാണ് നമ്മൾ ജേണൽ എൻട്രി പഠിക്കാനുള്ള അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യാനുള്ള ട്രിക്ക് അല്ലേ? ഫൈൻ. എന്നാൽ ഈ ട്രിക്ക് യൂസ് ചെയ്തല്ല നമ്മൾ എന്ത് ചെയ്യാൻ പോണത്, ഇന്ന് നമ്മൾ ജേണൽ എൻട്രി പഠിക്കാൻ വേണ്ടി പോണത്. അതിനേക്കാൾ വളരെ എളുപ്പമായിട്ടുള്ള മറ്റൊരു ട്രിക്ക് കൂടെ ഉണ്ട്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? എങ്കിലും ഈ ട്രിക്ക് നിർബന്ധമായിട്ട് നിങ്ങൾ ഓരോരുത്തരും എന്ത് ചെയ്തിരിക്കണം മക്കളെ? പഠിച്ചിരിക്കണം. കാരണം ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. എക്സാമിന് എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്? ഈ ഒരു സംഭവം മാത്രം, ഈ റൂൾസ് ഫോർ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് മാത്രം എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്? എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സോ ഈ ട്രിക്ക് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. എന്നാൽ ജേണൽ എൻട്രി എഴുതാൻ മറ്റൊരു ട്രിക്ക് കൂടെ ഉണ്ട്. അതെന്താന്നല്ലേ? വാ പറഞ്ഞുതരാം. അതായത് ഏതൊരു ട്രാൻസാക്ഷൻ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ there are two types of transaction. അതായത് ഒന്നെങ്കിൽ ഒരു ട്രാൻസാക്ഷൻ റെസിപ്റ്റ്സ് ആയിരിക്കും, അതല്ലെങ്കിൽ ഒരു ട്രാൻസാക്ഷൻ എന്തായിരിക്കും? പേയ്മെന്റ് ആയിരിക്കും. എന്താണ് ഈ റെസിപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ? നമുക്ക് ഇങ്ങോട്ട് പണം കിട്ടുകയാണെങ്കിൽ, അതായത് ഇൻഫ്ലോ ആണെങ്കിൽ, നമുക്ക് ഇങ്ങോട്ട് ക്യാഷ് കിട്ടുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? റെസിപ്റ്റ്സ് അഥവാ ഇൻഫ്ലോ എന്ന് പറയും. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? എന്നാൽ നേരെ മറിച്ച് പേയ്മെന്റ് ആണെങ്കിലോ, എന്താ പേയ്മെന്റ്? നമ്മൾ അങ്ങോട്ട് പേ നടത്താണ് അല്ലേ? അതായത് ഔട്ട്ഫ്ലോ ആണ്. നമ്മൾ പണം അങ്ങോട്ട് പുറത്തോട്ട് കൊടുക്കുകയാണെങ്കിൽ, നമ്മൾ പേ ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് മക്കളെ പേയ്മെന്റ്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സോ ഏതൊരു ട്രാൻസാക്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രധാനമായിട്ടും മെജോറിറ്റി ട്രാൻസാക്ഷൻസും ഈ രണ്ട് കാറ്റഗറിയിലായിരിക്കും ഉണ്ടാവുക. ഒന്നെങ്കിൽ റെസിപ്റ്റ് ആയിരിക്കും, അതല്ലെങ്കിൽ പേയ്മെന്റ് ആയിരിക്കും. ഓക്കെ, ഒന്നെങ്കിൽ റെസിപ്റ്റ് ആയിരിക്കും, അതല്ലെങ്കിൽ പേയ്മെന്റ് ആയിരിക്കും. ക്ലിയർ അല്ലേ? അങ്ങനെയെങ്കിൽ പേയ്മെന്റ് ആണെങ്കിൽ എന്തായിരിക്കും ജേണൽ എൻട്രി വരാ എന്നുള്ളതാണ്. എങ്ങനെ? പേയ്മെന്റ് ആണെങ്കിൽ എന്തായിരിക്കും ജേണൽ എൻട്രി വരാ? ശ്രദ്ധിച്ചു കേട്ടോ. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ക്യാഷ് പേ ചെയ്തു. അപ്പൊ ബിസിനസ്സിൽ എന്താ സംഭവിക്കുക? നമ്മുടെ കയ്യിൽ എന്ത് കുറയും മക്കളെ? ക്യാഷ് കുറയും. ഉറപ്പല്ലേ? ക്യാഷ് കുറഞ്ഞാൽ അക്കോർഡിംഗ് ടു റൂൾസ് ഫോർ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് പ്രകാരം അസറ്റ് കുറയും. അസറ്റ് കുറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ക്രെഡിറ്റ് ചെയ്തിരിക്കണം അല്ലേടാ? എന്ത് ചെയ്തിരിക്കണം? ക്രെഡിറ്റ് ചെയ്തിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പം എങ്ങനെ പേയ്മെന്റ് നടത്തിയാലും എന്തിനു വേണ്ടി നമ്മൾ ക്യാഷ് ചിലവാക്കുകയാണെങ്കിലും അപ്പോഴൊക്കെ എന്താ സംഭവിക്കുക? ക്യാഷ് എപ്പോഴും ക്രെഡിറ്റിലായിരിക്കും വരാം. പറഞ്ഞ കാര്യം ക്ലിയർ ആണ്? എങ്ങനെ? ക്യാഷ് എപ്പോഴും എവിടേക്കും വരാം? ക്രെഡിറ്റ് സൈഡിലായിരിക്കും നമ്മൾ ക്യാഷ് റെക്കോർഡ് ചെയ്യേണ്ടത്. പറഞ്ഞ കാര്യം എല്ലാവർക്കും ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അപ്പൊ ഡെബിറ്റിൽ ആരാ വരാ? സോഴ്സ്. അതായത് ഏത് സോഴ്സ്? നമ്മള് ചട്നി അതല്ല, സോഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് അതല്ല. ഇവിടെ എന്താണ്? എന്തിനു വേണ്ടിയാണോ നമ്മൾ പണം ചെലവാക്കിയത് അതിനെ വിളിക്കുന്ന പേരാണെന്ന് മക്കളെ സോഴ്സ്. ക്ലിയർ ആണോ? എങ്ങനെ? എന്തിനു വേണ്ടിയാണോ നമ്മൾ പണം ചെലവാക്കിയത് അതിനെ വിളിക്കുന്ന പേരാണെന്ത്? സോഴ്സ്. ഇതെല്ലാവർക്കും ഓക്കെ ആണോടാ? ഉദാഹരണത്തിന് പെയ്ഡ് റെന്റ്. നമ്മൾ റെന്റ് പേ ചെയ്തു. അപ്പൊ ഇവിടെ എന്തിനാ പണം ചെലവാക്കിയത്? റെന്റ് അടയ്ക്കാൻ വേണ്ടിയല്ലേ? സോ ദ എൻട്രി വിൽ ബി റെന്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. ക്ലിയർ? പരിപാടി സിമ്പിൾ അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്തു? പേർച്ചേസ്ഡ് മിഷനറി. നമ്മൾ മിഷനറി വാങ്ങി. മിഷനറി വാങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പണം കൊടുക്കുന്നുണ്ട്. പേയ്മെന്റ് ആണ്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? പണം കൊടുക്കുന്നുണ്ട്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സംശയം ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ജേണൽ എൻട്രി വരാ? ഇവിടെ എന്തിനാ പണം നല്ല ചെലവാക്കിയത്? മിഷനറി വാങ്ങാനല്ലേ? അങ്ങനെയെങ്കിൽ ഇത് എൻട്രി വിൽ ബി മിഷനറി അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. ക്ലിയർ? ക്യാഷ് പെയ്ഡ് ടു അനൂപ്. അനൂപിന് നമ്മൾ പണം കൊടുത്തു. എക്സാമ്പിൾ, അനൂപിന് നമ്മൾ പണം കൊടുത്തു. അപ്പോഴും നമ്മുടെ കയ്യിലെ ക്യാഷ് കുറയല്ലേ? ഉറപ്പാണോ? അപ്പൊ എന്തായിരിക്കും സംഭവിക്കുക? ആർക്കാ നമ്മൾ പണം കൊടുത്തത്? അനൂപ്. അനൂപിന് വേണ്ടിയാണ് പണം കൊടുത്തത് അല്ലേ? അപ്പൊ അനൂപ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. ഇത് ക്ലിയർ ആണോടാ?
ഇത് ഓക്കെ അല്ലേ? അങ്ങനെയെങ്കിൽ മക്കളെ ഇതിന്റെ ജേണൽ എൻട്രീസ് ഒക്കെ ഒന്ന് പറഞ്ഞു നോക്കി. പെയ്ഡ് റെന്റ് എന്തായിരിക്കും ജേണൽ എൻട്രി? പെയ്ഡ് റെന്റ്, റെന്റ് പേ ചെയ്തു അല്ലേ? അപ്പൊ ട്രിക്ക് എന്താ? സോഴ്സ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ്. എന്തിനു വേണ്ടിയാണോ പണം ചെലവാക്കിയത് അതിന് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ഡെബിറ്റ് ചെയ്തിരിക്കണം. ക്ലിയർ അല്ലേടാ? എങ്ങനെ? എന്തിനു വേണ്ടിയാണോ പണം ചെലവാക്കിയത് അതിനെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ഡെബിറ്റ് ചെയ്തിരിക്കണം. സോ ഹിയർ ദ ജേണൽ എൻട്രി വിൽ ബി റെന്റ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട്. ക്ലിയർ അല്ലേ? രണ്ടാമത്തെ ട്രാൻസാക്ഷൻ പർച്ചേസ്ഡ് ഫർണിച്ചർ. നമ്മൾ ഫർണിച്ചർ വാങ്ങി. മക്കളെ സിമ്പിൾ അല്ലേടാ? എന്തായിരിക്കും ജേണൽ എൻട്രി? ഫേർണിച്ചർ അക്കൗണ്ട് ഡെബിറ്റഡ് ടു. എന്തിനാ നമ്മൾ പണം ചെലവാക്കിയത്? ഫേർണിച്ചർ വാങ്ങാനല്ലേ മക്കളെ? സോ ഫേർണിച്ചർ അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് ആയിരിക്കും രണ്ടാമത്തെ എൻട്രി അല്ലേടാ മക്കളെ? എങ്കിൽ പറ മൂന്നാമത്തെ എൻട്രി എന്താ? പെയ്ഡ് ഇൻ ടു ബാങ്ക്. നമ്മൾ ബാങ്കിലേക്ക് പൈസ കൊടുത്തു. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ബാങ്കിൽ പണം കൊടുത്തു. അപ്പൊ നമ്മുടെ ക്യാഷ് ഇൻ ഹാൻഡ്, നമ്മുടെ കയ്യിലെ ക്യാഷ് കുറഞ്ഞു. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് ആയിരിക്കും എൻട്രി വരാം. എങ്ങനെ? ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് ആയിരിക്കും എൻട്രി വരാം. പറഞ്ഞ കാര്യം ക്ലിയർ? ഇനി നാലാമത്തത് എന്താ മക്കളെ കേസ്? പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. നമ്മൾ എന്ത് ചെയ്തു? പൈസ കൊടുത്തു, സാധനം വാങ്ങി, ഗുഡ്സ് വാങ്ങി. അപ്പൊ എന്താ ജേണൽ എൻട്രി? നമുക്കറിയാം ഗുഡ്സ് നമ്മൾ വാങ്ങുകയാണെങ്കിൽ പർച്ചേസ് എന്ന് പറഞ്ഞാൽ റെക്കോർഡ് ചെയ്യുക അല്ലേ? സോ ദ പർപ്പസ് വിൽ ബി അല്ലെങ്കിൽ സോഴ്സ് വിൽ ബി പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട് ആണ്. പറഞ്ഞ കാര്യം ക്ലിയർ? മക്കളെ എല്ലാവർക്കും സെറ്റ് അല്ലേടാ? ഇനി അഞ്ചാമത്തത് എന്താണ്? വിഡ്രോ ക്യാഷ് ഫോർ പേഴ്സണൽ യൂസ്. അതായത് നമ്മുടെ ബിസിനസ്സിൽ, നമ്മളാണല്ലോ ബിസിനസ്, നമ്മുടെ അടുത്ത് നിന്നും ഓണർ എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ പേഴ്സണൽ ആവശ്യത്തിന് ക്യാഷ് വിഡ്രോ ചെയ്തു. എന്തായിരിക്കും മക്കളെ സംഭവിക്കുക? നമ്മുടെ കയ്യിലെ ക്യാഷ് കുറയും. ഉറപ്പല്ലേ? സോ പേഴ്സണൽ ആവശ്യത്തിന് ക്യാഷ് എടുക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരെന്താ മക്കളെ? ഡ്രോയിങ്സ് എന്നാണ്. സോ ഇവിടെ പർപ്പസ് എന്താണ്? ഡ്രോയിങ്സ് ആണ്. അല്ലെങ്കിൽ സോഴ്സ് എന്താണ്? ഡ്രോയിങ്സ് ആണ്. സോ ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് ആണ് ജേണൽ എൻട്രി. പറഞ്ഞ കാര്യം ക്ലിയർ? എല്ലാവർക്കും ഓക്കെ അല്ലേ? ഇനി ആറാമത്തേത് പെയ്ഡ് പർച്ചേസ് സ്റ്റേഷനറി. നമ്മൾ സ്റ്റേഷനറി വാങ്ങി. എന്തായിരിക്കും ജേണൽ എൻട്രി? നമ്മൾ എന്തിനാ പണം ചെലവാക്കുന്നത്? സ്റ്റേഷനറിക്കല്ലേ? സോ ദ എൻട്രി വിൽ ബി മക്കളെ സ്റ്റേഷനറി ഓക്കെ അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട് ആണ് ജേണൽ എൻട്രി. എല്ലാവർക്കും ഓക്കെ അല്ലേടാ? ഇനി ഏഴാമത്തേത് സാലറി പെയ്ഡ് ബൈ ചെക്ക്. സാലറി പെയ്ഡ് ബൈ ചെക്ക്. അപ്പൊ ഇങ്ങനെ ചെയ്യാം. ഇവിടെ നമ്മളെ കയ്യിലെ ക്യാഷ് കുറയുന്നുണ്ടോ? ഇല്ല. പകരം എവിടെയാ ക്യാഷ് കുറയുന്നത്? ബാങ്കിലാണ് ക്യാഷ് കുറയുന്നത്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ക്യാഷിന് പകരം ബാങ്കിനെ റീപ്ലേസ് ചെയ്യണം. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? എങ്ങനെ? ക്യാഷിന് പകരം ആരെ റീപ്ലേസ് ചെയ്യണം? ബാങ്കിനെ റീപ്ലേസ് ചെയ്യണം. അപ്പൊ എങ്ങനെയായിരിക്കും ജേണൽ എൻട്രി വരാം? സാലറി അക്കൗണ്ട് ഡെബ്റ്റർ ഓക്കെ സോഴ്സ് അക്കൗണ്ട് ഡെബ്റ്റർ ടു ബാങ്കിൽ നിന്നും പണം കുറയുന്നത് കൊണ്ട് നമ്മൾ ആരെ റെക്കോർഡ് ചെയ്യും മക്കളെ? ബാങ്കിനെ റെക്കോർഡ് ചെയ്യും. ഇത് ഓക്കെ അല്ലാണ് എല്ലാവർക്കും? ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഏറ്റവും അവസാനം ഒന്ന് ആലോചിച്ചേ, പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം ABC കമ്പനി. ശ്രദ്ധിക്കുക, ഇവിടെ കടത്തിനാണ്. കാരണം നമുക്കറിയാം പർച്ചേസ് ചെയ്യുമ്പോഴും സെയിൽ ചെയ്യുമ്പോഴും ഒരു കമ്പനിയുടെ പേര് വന്നാൽ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിന്റെ പേര് വരാണെങ്കിൽ ആ ട്രാൻസാക്ഷൻ ക്രെഡിറ്റ് ആയിരിക്കും, കടത്തിനായിരിക്കും. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇവിടെ നമ്മൾ സാധനം വാങ്ങി, പർച്ചേസ്ഡ് ഗുഡ്സ് ആണ്, സാധനം നമ്മൾ വാങ്ങി, എന്നാൽ പണം കൊടുത്തിട്ടുണ്ടോ? ഇല്ല. കാരണം പേര് വന്നിട്ടുണ്ട്. ആളെ പേര് വന്നത് എന്താണ്? ക്രെഡിറ്റിനാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിക്കാം. നമ്മുടെ കയ്യിലെ ക്യാഷ് കുറയുന്നുണ്ടോ? ഒന്ന് ആലോചിച്ചേ, നമ്മൾ സാധനം വാങ്ങി പക്ഷെ പൈസ കൊടുത്തിട്ടുണ്ടോ? ഇല്ല, കടത്തിനാണ്. അപ്പൊ ക്യാഷ് കുറയോ? ഇല്ല. അപ്പൊ എന്താ സംഭവിക്കുക? ക്യാഷിന് പകരം ആർക്കാണോ പണം കൊടുക്കാനുള്ളത് അയാളെ പേര് എഴുതാം. അതായത് ഇവിടെ ജേണൽ പേര് എന്തായിരിക്കും മക്കളെ? പർച്ചേസ് അക്കൗണ്ട് ഡെബ്റ്റർ ടു. നോർമലി ഇങ്ങനെ വരാം. നോർമലി സാധാരണ ക്യാഷിനാണെങ്കിൽ എങ്ങനെയൊക്കെ വരാം? പർച്ചേസ് അക്കൗണ്ട് ഡെബ്റ്റർ ക്യാഷ് ആണ് വരാം. ഉറപ്പല്ലേ? ഇതെല്ലാവർക്കും ക്ലിയർ ആയല്ലോ? എന്നാൽ നേരെ മറിച്ച് ഇവിടെ എന്താ സംഭവം? ഈ ട്രാൻസാക്ഷൻ കടത്തിനാണ്. അപ്പൊ ഇവിടെ ക്യാഷ് വരോ? ഇല്ല. പകരം നമ്മൾ ആരുടെ പേര് റീപ്ലേസ് ചെയ്യണം? ആർക്കാണോ പൈസ കൊടുക്കാനുള്ളത് അയാളെ പേര്, ABC കമ്പനി. ക്ലിയർ അല്ലേ? അപ്പൊ ബാങ്ക് വന്നാലും, ഒരു പേയ്മെന്റ് നടത്തിയിട്ട് ബാങ്ക് വന്നാലും കടത്തിനുള്ള ട്രാൻസാക്ഷൻ ആണ് നടത്തുന്നത് എന്നുണ്ടെങ്കിലും ക്യാഷ് നമുക്ക് പേ ചെയ്യേണ്ടി വന്നാലും ഒക്കെ എങ്ങനെയാണ് ജേണൽ എൻട്രി എഴുതാ എന്നുള്ള കാര്യം എല്ലാവർക്കും ക്ലിയർ അല്ലേ? സോ ക്യാഷ് ആണെങ്കിൽ ക്രെഡിറ്റിൽ ആരായിരിക്കും മക്കളെ വരാ? ക്യാഷ് ആയിരിക്കും വരാം. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ഇനി ബാങ്ക് ആണെങ്കിൽ ആരായിരിക്കും മക്കളെ വരാ? ക്രെഡിറ്റിൽ ബാങ്ക് ആയിരിക്കും വരാം. ഇനി രണ്ടുമല്ല, ക്രെഡിറ്റിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സാധനം പർച്ചേസ് ചെയ്യുന്നെങ്കിൽ അവിടെ എന്തൊക്കെ വരാം? ആർക്കാണോ പണം കൊടുക്കാനുള്ളത് അയാളെ പേരായിരിക്കും വരാം. സിമ്പിൾ അല്ലേ? ഇപ്പൊ ജേണൽ എൻട്രി സിമ്പിൾ ആയി എല്ലാവർക്കും? പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? പേയ്മെന്റ് എല്ലാവർക്കും ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കേ, പേയ്മെന്റ് ഇങ്ങനെയാണ് ജേണൽ എൻട്രി എന്നുണ്ടെങ്കിൽ റെസിപ്റ്റിന് എന്തായിരിക്കും സംഭവിക്കുക? എന്താ റെസിപ്റ്റ്? നമുക്ക് ഇങ്ങോട്ട് പണം കിട്ടാം അല്ലെ? നമ്മളാണ് ബിസിനസ്, നമുക്ക് ഇങ്ങോട്ട് പണം കിട്ടാം. അപ്പൊ എന്തായിരിക്കും മക്കളെ സംഭവിക്കുക? നമ്മുടെ കമ്പനിയിൽ എന്ത് ഇൻക്രീസ് ചെയ്യും? ക്യാഷ് ഇൻക്രീസ് ചെയ്യും. നമുക്ക് എല്ലാവർക്കും അറിയാം, ക്യാഷ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ക്യാഷ് നമ്മൾ എന്ത് ചെയ്തിരിക്കണം മക്കളെ? ഡെബിറ്റ് ചെയ്തിരിക്കണം. അപ്പൊ ജേണൽ എൻട്രി എന്താ? ക്യാഷ് അക്കൗണ്ട് ഡെബ്റ്റഡ് ടു സോഴ്സ്. സോഴ്സ് മീൻസ് എങ്ങനെയാണോ പണം കിട്ടിയത് ആ കിട്ടിയതിനെ വിളിക്കുന്ന പേരാണെന്ന് മക്കളെ സോഴ്സ്. ക്ലിയർ അല്ലേടാ? ഇത് ഓക്കെ ആണോ? എക്സാമ്പിൾ, നമുക്ക് എന്ത് കിട്ടി? റെന്റ് കിട്ടി, റെന്റ് റിസീവ്ഡ്. അപ്പൊ എന്തായിരിക്കും ജേണൽ എൻട്രി? ക്യാഷ് അക്കൗണ്ട് ഡെബ്റ്റഡ് ടു സോഴ്സ് എന്താ? റെന്റ് ആണ്, റെന്റ് അക്കൗണ്ട്. ഇത് ക്ലിയർ അല്ലേ?
എല്ലാവർക്കും ഓക്കെ അല്ലേ? ബാ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ, റിസീവ്ഡ് കമ്മീഷൻ. നമുക്ക് കമ്മീഷൻ കിട്ടി മക്കളെ, പറയടാ എങ്ങനെയായിരിക്കും ജേർണൽ എൻട്രി വരെ? കമ്മീഷൻ കിട്ടുകയാണെങ്കിൽ കമ്മീഷൻ കിട്ടിയില്ലേ, സോ കമ്പനിയിലെ ക്യാഷ് കൂടി, സോ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പം ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു കമ്മീഷൻ ആണ് ജേർണൽ എൻട്രി. ക്ലിയർ അല്ലേടാ? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു കമ്മീഷൻ. ഇനി രണ്ടാമത്തെ ട്രാൻസാക്ഷൻ എന്താ? റെന്റ് റിസീവ്. നമുക്ക് റെന്റ് കിട്ടി. എന്താ കണ്ടീഷൻ? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ സോഴ്സ് ആണ് അല്ലേ? സോ ദ എൻട്രി വിൽ ബി ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു റെന്റ് അക്കൗണ്ട്. പറഞ്ഞ കാര്യം ക്ലിയർ? എല്ലാവർക്കും ഓക്കെ അല്ലടാ? നെക്സ്റ്റ് എന്താ? ക്യാഷ് റിസീവ്ഡ് ഫ്രം ലെഹൻ. ലെഹൻ എന്ന് പറഞ്ഞ ആള് നമുക്ക് എന്ത് ചെയ്തു? ക്യാഷ് തന്നു. അപ്പൊ നമുക്ക് എന്തെങ്കിലും ചെയ്യാം? സിമ്പിൾ ആണ്. നേരെ എന്ത് ചെയ്താൽ മതി? തേർഡ് വൺ, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ലെഹൻ അക്കൗണ്ട്. ആരാണോ പണം തന്നത്, എങ്ങനെയാണോ പണം കിട്ടിയത്, അതിന് നമ്മൾ ക്രെഡിറ്റ് ചെയ്താൽ മതി. ഇത് ക്ലിയർ അല്ലേ? എന്തൊരു സിമ്പിളാ പരിപാടി. എല്ലാവർക്കും ഓക്കെ അല്ലേടാ? എല്ലാവർക്കും ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ്, സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. എന്താണ് സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്? നൈസ് ആയിട്ട് സിമ്പിൾ ആക്കിയെന്ന് ആലോചിച്ച് നോക്കി. സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് എന്തായിരിക്കും ജേർണൽ എൻട്രി? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു, ഓക്കെ, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ്. അത് എന്തുകൊണ്ട് ഇങ്ങനെ വന്നത്? നമ്മൾ പണം വാങ്ങി സാധനം സെല് ചെയ്തു, ഉറപ്പല്ലേ? പണം വാങ്ങി സാധനം സെല്ല് ചെയ്തു. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സോ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ് ആണ് എൻട്രി. ക്ലിയർ അല്ലേ? ഇനി അഞ്ചാമത്തെ ട്രാൻസാക്ഷൻ എന്താ? ചെക്ക് റിസീവ്ഡ് ഫ്രം മോഹൻ ആൻഡ് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്. ഇതിപ്പോ എന്താ കഥ? നമ്മൾ ക്യാഷ് കിട്ടുകയാണെങ്കിൽ എങ്ങനെയാണ് എന്നാണ് പഠിച്ചത്. അപ്പൊ ഇനി ക്യാഷ് അല്ല, നമ്മുടെ ബാങ്കിലേക്കാണ് ഒരു കസ്റ്റമർ പേയ്മെന്റ് നടത്തുന്നെങ്കിൽ അതെന്തായിരിക്കും സംഭവിക്കുക? നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സംഭവം തന്നെ. ക്യാഷിന് പകരം നമ്മൾ ആരെ റീപ്ലേസ് ചെയ്യും? ബാങ്കിനെ റീപ്ലേസ് ചെയ്യും. പറഞ്ഞ കാര്യം ക്ലിയർ ആണോ? ഇവിടെ എന്താ സംഭവിച്ചത്? ചെക്ക് റിസീവ്ഡ് ഫ്രം മോഹൻ. മോഹൻ ചെക്ക് തന്നു, നമ്മൾ അതെന്ത് ചെയ്തു? ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പൊ ഇവിടെ ക്യാഷ് കൂടാ, നമ്മളെ ബാങ്കിലെ പൈസ കൂടൂലേ? മനസ്സിലായ എല്ലാവർക്കും? എങ്ങനെ? നമ്മുടെ ബാങ്കിലെ പൈസ കൂടും. അപ്പൊ എന്തായിരിക്കും മക്കളെ ട്രാൻസാക്ഷൻ വരാ? ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു. ഓക്കെ അല്ലേടാ? എങ്ങനെ? ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു. അല്ല, ഈ പൈസ ഇപ്പൊ എങ്ങനെ വന്നത്? മോഹൻ തന്നു. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സോ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു മോഹൻ അക്കൗണ്ട് ആണ് എൻട്രി വരാ. ഇതെല്ലാവർക്കും ക്ലിയർ ആണോ മക്കളെ? ഇതെല്ലാവർക്കും ക്ലിയർ അല്ലേ? അങ്ങനെയെങ്കിൽ സിക്സ്ത് വൺ, ആറാമത്തെ ട്രാൻസാക്ഷൻ, സോൾഡ് ഗുഡ്സ് ടു ABC കമ്പനി. വീണ്ടും ഒരു കമ്പനിയുടെ പേര് വന്നു. എന്ത് ട്രാൻസാക്ഷൻ ആണ്? കടത്തിനാണ്. മീൻസ് നമ്മൾ സാധനം സെല്ല് ചെയ്തു, എന്ന് നമുക്ക് ഇങ്ങോട്ട് പൈസ കിട്ടിയോ? കിട്ടിയില്ല. അപ്പൊ എങ്ങനെയായിരിക്കും നമ്മൾ ചെയ്യാ? എങ്ങനെ? നമുക്ക് സാധനം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? സെല്ല് ചെയ്തിട്ടുണ്ട്, എന്ന് നമുക്ക് പൈസ കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടില്ല. അപ്പൊ എങ്ങനെയാ ചെയ്യാ? നോർമലി നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കാം. സാധാരണഗതിയിൽ നമ്മൾ പൈസ കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പൊ എങ്ങനെയായിരിക്കും നമ്മൾ റെക്കോർഡ് ചെയ്യാം? നോർമൽ സിറ്റുവേഷൻ നമ്മൾ സാധനം സെല്ല് ചെയ്യാൻ എന്തൊക്കെയാ മക്കളെ ജേർണൽ എൻട്രി? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ് ആണ് അല്ലേ? എന്നാൽ ഇവിടെ നമുക്ക് പൈസ കിട്ടിയിട്ടുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ക്യാഷിന് പകരം ആരാണോ പൈസ തരാനുള്ളത് അവരെ പേര് റെക്കോർഡ് ചെയ്യണം. അതായത് ABC കമ്പനി അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ്. ഇത് ക്ലിയർ അല്ലേ? ഇത് ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത്? മൂന്ന് കാര്യം ഇവിടെയും നമ്മൾ പഠിച്ചു. അതായത് ക്യാഷിനാണ് നമുക്ക് പേയ്മെന്റ്, അതായത് ക്യാഷിനാണ് നമുക്ക് പണം കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ, അതായത് ക്യാഷ് ആയിട്ട് നമുക്ക് പണം കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സോഴ്സ്. എങ്ങനെയാണോ പണം കിട്ടിയത്, ആ പണം കിട്ടിയ സോഴ്സ്. ക്ലിയർ? ഇനി നമുക്ക് ക്യാഷ് ആയിട്ടല്ല കിട്ടിയത്, നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് പണം വന്നത്. അപ്പോഴോ ക്യാഷിന് പകരം ആരെ എഴുതി കൊടുക്കും? ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു സോഴ്സ്. എങ്ങനെയാണോ പണം കിട്ടിയത് അതാണ് സോഴ്സ്. ക്ലിയർ അല്ലേ? ഇനി പണം കിട്ടിയിട്ടില്ല, ഇൻകം കിട്ടിയിട്ടില്ല, അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യും? ക്യാഷിന് പകരം ആരാണോ പണം തരാനുള്ളത് അവരെ പേര് റെക്കോർഡ് ചെയ്യും. മക്കളെ ഇതെല്ലാവർക്കും ഓക്കെ അല്ലടാ? മക്കളെ സിമ്പിൾ അല്ലടാ? അപ്പം ഇങ്ങനെയാണ് മക്കളെ ഏറ്റവും എളുപ്പത്തിൽ ജേർണൽ എൻട്രി പഠിക്കല്. സോ എന്ത് ചെയ്യാം മക്കളെ? ഈ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന മക്കളെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കട്ടെ മക്കളെ. എല്ലാവരും പഠിക്കട്ടെ, എല്ലാവരും വളരട്ടെ. ടീം സൈലം നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. ഓൾ ദി ബെസ്റ്റ്.